ആഗോള അയ്യപ്പ സംഗമത്തിൽ കാശൂരാളുങ്കൽ സൊസൈറ്റി സമർപ്പിച്ച ചെലവ് കണക്കിന്റെ ബില്ലുകൾ, ഞെട്ടിക്കൽ ബില്ലുകൾ, നോൺസെൻസിന്. ആഗ്നേയ വൈബ്രേഷൻ ലഭിക്കുന്ന കട്ടിൽ ആൻഡ് മെത്ത 3.5 ലക്ഷം രൂപ. ആഗോള അയ്യപ്പ സംഗമമായതുകൊണ്ട് കട്ടിലിനും മെത്തയ്ക്കും ഉറക്കത്തിനും ആഗോള നിലവാരം വേണമെന്നുള്ളത് കമ്മിറ്റിക്കാർക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ഹിമാലയത്തിൽ നിന്നും സ്പെഷ്യൽ ആഗ്നേയ വൈബ്രേഷൻ കിട്ടുന്ന കട്ടിലും മെത്തയും ഇറക്കുമതി ചെയ്തു. അതിന്റെ കയറ്റുമതി, ഇറക്കുമതി എന്നിവയുടെ വകയിലുള്ള നോക്കുകൂലി ഇനം കൂടി ചേർക്കുമ്പോൾ 3.5 ലക്ഷം രൂപ. സ്വാമി ശരണം. സംഗമത്തിന് മുഖ്യാതിഥിയായി പുലിയെ ക്ഷണിക്കാൻ പോയ വകയിലുണ്ടായ ചെലവ്, പ്ലാസ്റ്റിക് സർജറിയുടെ ചെലവ് 18 ലക്ഷം രൂപ. അതായത് സംഗമത്തിന് മുഖ്യാതിഥിയായി പുലിയെ തീരുമാനിക്കുകയും പുലിയെ ക്ഷണിക്കാൻ സംഗമത്തിന്റെ സംഘാടകരിൽ ഒരാൾ കാട്ടിനകത്തേക്ക് പോവുകയും ചെയ്തു. പുലിയുടെ സ്നേഹപ്രകടനം കുറച്ച് കൂടിപ്പോയി. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായ മുഖത്തിനുണ്ടായ ചെറിയ മാന്തി പൊളിക്കലിലൊക്കെ ഉണ്ടായ പ്രശ്നം കാരണം അതിന്റെ പ്ലാസ്റ്റിക് സർജറി, മുഖത്തിന്റെ പഴയ ഗാംഭീര്യം വീണ്ടെടുക്കാനായി അദ്ദേഹത്തിന്റെ ചികിത്സ നമുക്ക് അമേരിക്കയിൽ ചെയ്യേണ്ടി വന്നു. അമേരിക്കയിൽ പോയി പ്ലാസ്റ്റിക് സർജറി നടത്തി മുഖം പഴയ പോലെ ആക്കിയതിന്റെ ബില്ല് കിട്ടിയിട്ടുണ്ട്. അതിന് 18 ലക്ഷം രൂപ. സ്വാമി ശരണം. ആമസോൺ കാട്ടുപുല്ല് വിരിച്ച വകയിൽ 15 ലക്ഷം രൂപ. അതായത് ഭക്തരുടെ സംഗമത്തിൽ വന്നവർക്ക് വനവാസ അനുഭവം, യഥാർത്ഥ വനവാസ അനുഭവം ലഭിക്കുന്നതിന് വേണ്ടി പന്തലിന്റെ മുൻപിൽ കുറച്ച് പുല്ല് വിരിക്കാൻ തീരുമാനിച്ചിരുന്നു, കാട്ടുപുല്ല് വിരിക്കാൻ തീരുമാനിച്ചിരുന്നു. കേരളത്തിലെ കാടുകളിലെ പുല്ലുകൾക്ക് ഓർഗാനിക് സ്വഭാവമില്ല, മാത്രമല്ല അലർജി ഉണ്ടാക്കും. അതിനാൽ ആമസോൺ കാടുകളിൽ നിന്നും ഓർഗാനിക് പുല്ല് വിമാനം വഴി ഇറക്കുമതി ചെയ്തു. അതിന്റെ ബില്ല് കിട്ടിയിട്ടുണ്ട്. അതാണ് 18 ലക്ഷം രൂപ. സ്വാമി ശരണം. അതിഥികളായി വരുന്ന പ്രധാനപ്പെട്ട ആളുകൾക്ക് അവരുടെ മുകളിലേക്ക് ഓർഗാനിക് പനിനീർ തളിക്കാൻ വേണ്ടി ഒരു ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നു. ആ ഹെലികോപ്റ്ററിന്റെ വാടക 12 ലക്ഷം രൂപ. സെക്രട്ടേറിയറ്റിന് മുൻപിൽ വാടകയ്ക്കെടുത്ത് വെറുതെ കിടന്നിരുന്ന ഹെലികോപ്റ്ററാണ് ഈ ഒരു ഓർഗാനിക് പനിനീർ തളിക്ക് ഉപയോഗിച്ചിരുന്നത്. അതിനാണ് 12 ലക്ഷം രൂപ വാടക കൊടുത്തിരിക്കുന്നത്. സ്വാമി ശരണം. ഇനി ഭക്ഷണത്തിന്റെ ഞെട്ടിക്കൽ ബില്ലുകളാണ്. പുലിപ്പാൽ ചായക്കായി ചെലവ് 6 ലക്ഷം. ശരണങ്ങൾ മന്ത്രിക്കുന്ന ഒരു സ്പെഷ്യൽ മട്ടേരി, ഇതിന് 12 ലക്ഷം രൂപ. ഇത് വേവിക്കുന്ന സമയത്ത് തിളയ്ക്കുന്ന വെള്ളത്തിലിരുന്ന് സ്വാമി ശരണം എന്ന് സ്പെഷ്യലായി ജപിക്കുന്ന ഓക്കൽ കോഡ് ഉള്ള അരിയാണ്. ഇത് ഹിമാലയത്തിന്റെ ഗുഹകളിൽ മാത്രം സ്പെഷ്യലായി വിളയുന്ന നെല്ലിൽ നിന്നും എടുക്കുന്ന അരിയാണ്. ഈ അരി കൊണ്ടുവന്നതിന്റെ ചെലവ് 12 ലക്ഷം രൂപ. സ്വാമി ശരണം. സാറ്റലൈറ്റ് പപ്പടമാണ് സദ്യക്ക് ഉപയോഗിച്ചത്. അതായത് സാധാരണ പപ്പടം കൊളസ്ട്രോൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് ISROയുടെ സഹായത്തോടു കൂടി ബഹിരാകാശ ശൂന്യതയിൽ കൊണ്ടുപോയി സോളാർ ഹീറ്റിംഗ് നടത്തി വൈറ്റമിൻ ഡി സ്പെഷ്യലായി നിറച്ച് ഉണ്ടാക്കിയെടുത്ത പൊള്ളിച്ച പപ്പടമാണ് സോളാർ ഹീറ്റിംഗ് പപ്പടം. ചെലവ് 9,20,000 രൂപ. സ്വാമി ശരണം. അദൃശ്യരായ ഭൂതഗണങ്ങൾക്ക് നൽകിയ സദ്യ 45 ലക്ഷം രൂപ. ശരിക്കും സംഗമത്തിൽ 4000 പേരെ വന്നുള്ളൂ എങ്കിലും നമ്മൾ കാണാത്ത അദൃശ്യരായ 2 ലക്ഷത്തോളം ഭൂതഗണങ്ങളും അത്ര തന്നെ ദേവകളും സംഗമത്തിൽ പങ്കെടുത്തു എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അവർക്ക് സ്വർണ്ണ തളികയിലാണ് സദ്യ വിളമ്പിയത്. ആ സ്വർണ്ണ തളിക ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും നമ്മൾ വാടകയ്ക്കെടുത്തിരുന്നു. ആ വാടകയ്ക്കെടുത്ത വകയിലാണ് ഈ ഏതാണ്ട് 45 ലക്ഷം രൂപ ചെലവായിട്ടുള്ളത്. പക്ഷേ ആഗോള സംഗമം കഴിഞ്ഞ്, സദ്യ കഴിഞ്ഞ് ഈ സ്വർണ്ണ തളികകൾ കാണാതായി എന്നും ഒരു റിപ്പോർട്ടുണ്ട്. സ്വാമിയേ ശരണമയ്യപ്പ.